സ്വകാര്യ ഭൂമിയിൽ ചന്ദനം മുറിക്കാം. സ്വകാര്യ ഭൂമിയിലെ ചന്ദനം മുറിച്ച് വനം വകുപ്പ് മുഖേന വിൽക്കാൻ അനുമതി നൽകുന്ന വ്യവസ്ഥകൾക്കടക്കമുള്ള വനം നിയമ ഭേദഗതി ഗവർണർ ഒപ്പിട്ടിരിക്കുകയാണ്. മുറിച്ചു വിൽക്കുന്ന ചന്ദനത്തിൻ്റെ വില ഭൂവുടമയ്ക്ക് നേരിട്ട് ലഭിക്കും. ഉണങ്ങിയതും അപകടകരമായ ചന്ദനമരങ്ങളും സ്വന്തം ആവശ്യത്തിന് വീട് വയ്ക്കുന്ന സ്ഥലത്തുള്ള മരങ്ങളും മാത്രമേ മുൻപ് മുറിക്കാൻ അനുമതി നൽകാറുണ്ടായിരുന്നുള്ളൂ. കോടതിയിലെത്തുന്ന ചെറിയ വന കുറ്റകൃത്യങ്ങൾ കോടതി അനുവാദത്തോടെ രാജിയാകുന്നതിനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ നിയമസഭ പാസാക്കിയ വനം വന്യജീവി സംരക്ഷണ നിയമം ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചു. ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടർ ചന്ദനവുമായി ബന്ധപ്പെട്ട് ഒരു സെക്ഷൻ കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റും വന്നിരിക്കുന്നത് ചന്ദനമരങ്ങളുടെ സംരക്ഷണവും നട്ടു വളർത്തുന്ന കാര്യത്തിനും ബഡ്ജറ്റിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. വയനാട് പോലെ ജില്ലയെ കേന്ദ്രീകരിച്ച് നമുക്കറിയാം, ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോലും ഈ ചന്ദനമരങ്ങൾ മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അത് കൊണ്ട് തന്നെയാണ് കേരളത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ള രീതിയിൽ ചന്ദനമരങ്ങളുടെ വ്യാപനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഈ നിയമം നടത്തുന്നത്. ഇതിൻ്റെ പിന്നിൽ മുഹമ്മദ് റിയാസിനെ പോലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും.